എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ബനാന ടോഫിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടോഫിയാണിത്. ഇത് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇത് നല്ല സ്വീറ്റാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ബനാന കൊണ്ടാണ്. നിങ്ങൾക്ക് പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കാം, ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കാം, അതുപോലെ ഏത് ഫ്രൂട്ട്സ് കൊണ്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഷാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബനാന ടോഫിക്കുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മൈദപ്പൊടി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് cardamom പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എഗ് വൈറ്റും ചേർത്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ വാനില എസൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്കിതിൽ നമ്മളൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. നല്ലപോലെ ഒരു ലൂസ് ബാറ്റർ ആക്കി എടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഏത്തപ്പഴം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ തൊലിയൊക്കെ കറുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കൂടുതൽ വലിപ്പമായാലും പ്രശ്നം, കൂടുതൽ ചെറുതായാലും പ്രശ്നം. സോ എല്ലാം ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം. ഏത്തപ്പഴം മാത്രം എടുക്കാനൊന്നുമില്ല, ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത മാവിലേക്ക് മുക്കി വറുത്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ഒരു കടായി എടുത്തായിരുന്നു. കടായിൽ നമ്മൾ ഫുള്ളായിട്ട് എണ്ണ ഒഴിച്ചായിരുന്നു. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം ഇല്ലേ, ആ ഏത്തപ്പഴം നമ്മൾ മൈദ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ ബനാന ടോഫി ഏത് ഫ്രൂട്ട് കൊണ്ടും ഉണ്ടാക്കാനാണ്. ഫോർ എക്സാമ്പിൾ, പൈനാപ്പിൾ ടോഫി ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ സാധാരണ ബനാന ഇല്ലേ, ആ ബനാന ടോഫി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി മറു സൈഡ് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചിടാം. ഏത് ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് ഈ ടോഫി ഉണ്ടാക്കാനാണ്. നല്ല ടേസ്റ്റാണ്. ആപ്പിൾ ടോഫി ഉണ്ടാക്കാം, പൈനാപ്പിൾ ടോഫി ഉണ്ടാക്കാം. ഏത് ഫ്രൂട്ട് കൊണ്ടും ഈ ടോഫി ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഏത്തപ്പഴം കൊണ്ടാണ് ഈ ഒരു ടോഫി ഉണ്ടാക്കിയത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്വീറ്റ് ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ബ്രൗൺ കളർ ആവാൻ തുടങ്ങി. ഏകദേശം ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 2 മിനിറ്റിൻ്റെ ശേഷം നമുക്ക് എണ്ണയിൽ കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ
ഇത് നമ്മുടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ഏത്തപ്പഴവും മൈദ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് വാർത്തെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രഞ്ചി ആയിരിക്കും. സൂപ്പർ. ഇനി നമുക്ക് കാരമൽ എങ്ങനെയാണ് തയ്യാർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം ഷുഗർ ചേർക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ വേണം ഈ ഒരു കാരമൽ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ഇനി നമുക്ക് ദൂരെ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷുഗറൊക്കെ നല്ലപോലെ പതിയെ പതിയെ മെൽറ്റായി വരുന്നുണ്ട്. ഇതിപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, കാരമൽ ആകാൻ തുടങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാരമൽ റെഡി ആയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബനാനാസ് ഉടനെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാരമൽ കട്ടിയായിപ്പോൾ. ഇത് ഇട്ടതിന് ശേഷം നമ്മൾ സൈഡിൽ ഐസ് വാട്ടർ റെഡിയാക്കി വെക്കണം. ഭയങ്കര കോൾഡായിട്ടുള്ള ഐസ് വാട്ടർ വേണം. ഐസ് വാട്ടറിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാരമലിൽ ഡിപ്പ് ചെയ്ത് ബനാന ടോഫി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് സൈഡിൽ വെക്കണം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇത് ഉടനെ ഫാസ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ. സ്ലോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കാരമൽ കട്ടിയായിപ്പോൾ. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാവേ. ഇത് പെട്ടെന്ന് ക്രഞ്ചി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് വാട്ടറിലേക്ക് ഇടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബനാന ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ഐസ് വാട്ടറിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബനാന ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 തരത്തിലാണ് ചെയ്തേക്കണേ. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ചെയ്തേക്കണേ. ഇതുണ്ട്, നല്ല സൗണ്ടാ. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോഫ്റ്റ് ബനാന ടോഫി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ നമ്മുടെ ക്രിസ്പി ബനാന ടോഫി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഡെക്കറേഷനായിട്ട് കുറച്ച് ഷുഗർ. ഇനി നമുക്ക് ഡെക്കറേഷനായിട്ട് വാനില ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും വെച്ച് കൊടുക്കാനാണ്. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീംസ് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇങ്ങനെ ഇത് എടുക്കണം. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കാരമലിൻ്റെ നല്ല മധുരമുണ്ട്. പിന്നെ ഈ ഒരു ട്രോഫി കഴിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഐസ്ക്രീമിൽ മുക്കിയിട്ട് വേണം കഴിക്കാം. അതാണ് ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ്. പിന്നെ നല്ല ഏലക്കയുടെ മണവും ടേസ്റ്റും ഉണ്ട്. പിന്നെ നമ്മുടെ ബനാനയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം കൂടെ നോക്കുമ്പോൾ സൂപ്പർ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. അപ്പോഴത്തേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.